ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ് രവി പ്രദോഷം. എല്ലാ മാസവും വരുന്ന ത്രയോദശി തിഥിയിലാണ്, അതായത് ത്രയോദശി തിഥി സന്ധ്യാസമയത്ത് എപ്പോഴാണോ വരുന്നത് ആ ദിവസമാണ് നമ്മൾ പ്രദോഷമായിട്ട് ആചരിക്കുന്നത്. ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2026 ഫെബ്രുവരി 28 രാത്രി 8:43 മുതൽ മാർച്ച് 1 സന്ധ്യയ്ക്ക് 7:09 അവസാനിക്കുന്നത്. 7:09 ത്രയോദശി തിഥി നാളെ മാർച്ച് മാസം 1 അവസാനിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്നത് നാളെയാണ്, ഞായറാഴ്ച മാർച്ച് 1. അതുകൊണ്ട് തന്നെ നാളെയാണ് നമ്മൾ പ്രദോഷമായിട്ട് ആചരിക്കുന്നത്. ഞായറാഴ്ച വരുന്ന പ്രദോഷത്തിന് രവി പ്രദോഷം എന്നാണ് പറയുന്നത്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, മഹേശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രദോഷം ആചരിക്കുന്നത്. പ്രദോഷ വ്രതം ആചരിക്കുന്നതിന്റെ രീതി എന്ന് പറയുന്നത് അതിരാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, നാമം ജപിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭസ്മം തൊടുക. സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സന്ധ്യാസമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ശ്രേഷ്ഠം. ഭക്ഷണ രീതി എന്ന് പറയുന്നത് രാവിലെ മുതൽ സന്ധ്യ കഴിയുന്നത് വരെ നമ്മൾ പൂർണ്ണമായ ഉപവാസം, യാതൊരു വിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തന്നെ കഴിക്കാറില്ല. സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ കരിക്കും പഴങ്ങളുമൊക്കെ ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ച് നേടിച്ചതിനു ശേഷം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ആ ഒരു പ്രസാദം കഴിക്കും. ആദ്യം ആ കരിക്കിന്റെ വെള്ളം കുടിക്കും, പഴങ്ങൾ കഴിക്കും. അതോടുകൂടി പ്രദോഷവ്രതം അവസാനിച്ചു. പിന്നീട് അരിഭക്ഷണം കഴിക്കും, ചോറുണ്ണും. ചോറ്, മോര്, ഉള്ളി ചേർക്കാത്ത ചമ്മന്തി, ഉള്ളി ചേർക്കാത്ത സാമ്പാർ ഒക്കെ കൂട്ടി നമുക്ക് ചോറുണ്ണാം. അങ്ങനെയാണ് ചെയ്യുന്നത്. പാലാഴി മഥന കാലഘട്ടത്തിൽ ഭഗവാൻ മഹേശ്വരൻ കാളകൂട വിഷം ഭക്ഷിക്കുകയും അതിന്റെ ഫലമായിട്ട് മഹാദേവന് ക്ഷീണമുണ്ടാവുകയും അദ്ദേഹം ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് വിശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് സകല ദേവഗണങ്ങളും മുനിമാരും എല്ലാവരും അവിടെ കൂടി നിന്ന് നമഃശിവായ മന്ത്രം ജപിച്ചു. മഹാദേവൻ ഒരു ത്രയോദശി സന്ധ്യാവേളയിൽ ഉണർന്ന് എഴുന്നേൽക്കുകയും പാർവതീദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി ആനന്ദ നടനം ആടുകയും ചെയ്തു. ആ സമയത്ത് സരസ്വതീദേവി വീണമീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, ദേവഗണങ്ങൾ സ്തുതിച്ചു. പാർവതീദേവിക്കും മറ്റുള്ള ദേവഗണങ്ങൾക്കും സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഉണർന്നെഴുന്നേറ്റ ത്രയോദശി സന്ധ്യാകാലത്തിനെയാണ് പ്രദോഷം എന്ന് പറയുന്നത്. സകല ദോഷങ്ങളും മാറ്റുന്ന സന്ധ്യയാണ്. അതുകൊണ്ട് തന്നെ ആ സന്ധ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആര് എവിടെ ഇരുന്ന് നമഃശിവായ മന്ത്രം പ്രദോഷ സന്ധ്യാവേളയിൽ ജപിക്കുന്നുവോ അവർക്ക് സകല ദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്നും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നുമാണ് വിശ്വാസം. രാവിലെ മുതൽ സന്ധ്യ വരെ ആഹാരമൊന്നും കഴിക്കാതെയാണ് സാധാരണ ആളുകൾ ഇരിക്കുന്നത്. പക്ഷെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റു ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉള്ളവർക്ക് ധാന്യഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കാം. പഴങ്ങള്, പച്ചക്കറികള്, പാല് ഒക്കെ കുടിച്ചുകൊണ്ട് ഇരിക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ടത്. ഈ വിധത്തിലാണ് ചെയ്യേണ്ടത്. പരമാവധി സമയം നമഃശിവായ മന്ത്രം ജപിക്കണം. പ്രദോഷ സന്ധ്യാകാലത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനാ സമയം, പ്രദോഷകാല പൂജാ സമയം എന്ന് പറയുന്നത് ഇത്തവണ 6:33, അതായത് നാളെ 6 സന്ധ്യയ്ക്ക് 6:33 മുതൽ 7:09 വരെയുള്ള സമയം. ആ സമയം വളരെ വളരെ ശ്രേഷ്ഠമാണ്. 7:09 കഴിഞ്ഞ് 8:58 വരെയും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അത്രയും സമയം കൂടി ശ്രേഷ്ഠമുള്ള സമയം തന്നെയാണ്. എങ്കിലും
ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത്, ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് 6:33 മുതൽ 7:09 വരെയുള്ള സമയമാണ്. ഞായറാഴ്ച വന്നിരിക്കുന്ന പ്രദോഷത്തിന് രവി പ്രദോഷം എന്നാണ് പറയുന്നത്. ഈ രവി പ്രദോഷത്തിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് മഹാദേവൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് ഭാഗീരഥി നദിയുടെ തീരത്ത് ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. 88,000 മഹർഷിമാര് അവിടെ സമ്മേളിച്ചിരുന്നു. ലോകത്തിന്റെ നന്മയ്ക്കായിട്ടാണ് അവര് അവിടെ കൂടിയത്. അവിടെ പല വിധത്തിലുള്ള യാഗങ്ങളും സംഭാഷണങ്ങളും അറിവുകൾ കൈമാറ്റം ചെയ്യുകയും വലിയ സ്നാനവും ഒക്കെ തന്നെ നടന്നിരുന്നു. അവിടേക്ക് വ്യാസഭഗവാന്റെ ശിഷ്യനായ സൂത പൗരാണികൻ വരികയാണ്. സൂത പൗരാണികനെ കണ്ടതോടുകൂടി ഈ സന്യാസിമാരെല്ലാവരും കൂടി ചെന്ന് അദ്ദേഹത്തെ വണങ്ങുന്നു. ആ സമയത്ത് ധാരാളം ഉപദേശങ്ങൾ സൂതൻ കൊടുക്കുന്നുണ്ട് ഈ സന്യാസിമാർക്ക്. ആ സമയത്ത് അദ്ദേഹം രവി പ്രദോഷത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. ഈ പ്രദോഷത്തെ പറ്റി ആദ്യമായി മഹേശ്വരൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് എന്നാണ് വിശ്വാസം. എന്നിട്ട് അദ്ദേഹം ഒരു കഥ കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് പണ്ട് ഒരു നഗരത്തില് ഒരു ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. വലിയ സാത്വികനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെയധികം നല്ലവളും ഭക്തയുമായിരുന്നു. ഈ ഉത്തമയായ ഭാര്യ എല്ലാ പ്രദോഷവ്രതങ്ങളും അനുഷ്ഠിക്കുമായിരുന്നു. അങ്ങനെ പ്രദോഷവ്രതമൊക്കെ അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് ഒരു പുത്രൻ ജനിക്കുന്നു. ഈ പുത്രൻ ഒരിക്കല് ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്നതിനായിട്ട് പോവുകയാണ്. ഈ കുട്ടി ബ്രാഹ്മണൻ ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്ന സമയത്ത് കുറെ കൊള്ളക്കാര് ഈ കുട്ടിയുടെ അടുക്കലേക്ക് വരികയും, നിന്റെ പിതാവ് എവിടെയാണ് ധനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അത് എത്രയും പെട്ടെന്ന് കാണിച്ചു തരണം, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് ഈ കുട്ടിയോട് പറയുന്നു. കുട്ടി പേടിച്ചുപോയി. കുട്ടി പറഞ്ഞു, ഞങ്ങൾക്ക് ധനമൊന്നുമില്ല, ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങളൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് നിന്റെ കയ്യിൽ ഒരു പൊതി ഇരിക്കുന്നത് കണ്ടല്ലോ, ആ പൊതിയിൽ എന്താണ് എന്ന് ഒരാൾ ചോദിക്കുന്നു. കുട്ടി അത് തുറന്ന് കാണിച്ചു കൊടുക്കുന്നു. അതില് കഴിക്കാനായിട്ട് കുറച്ച് റൊട്ടി അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഈ കുട്ടി ദരിദ്രനാണ് എന്ന്. അങ്ങനെ ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഈ കൊള്ളക്കാര് തിരിച്ചുപോയി. ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് നേരം സന്ധ്യയായിരുന്നു. പിന്നീട് ഈ കുട്ടി നടന്ന് തിരിച്ചു വരുന്നതിന്റെ ഇടയിൽ വഴിതെറ്റി പോവുകയും അവിടെ കണ്ട ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ കിടക്കുകയും ചെയ്തു. ആ സമയത്ത് അവിടേക്ക് കുറച്ച് രാജഭടന്മാർ വരികയും ഈ കുട്ടി ഒരു മോഷ്ടാവാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കുട്ടിയെ അവിടുത്തെ ജയിലിൽ അടയ്ക്കുന്നു. ഈ സമയത്ത് കുട്ടി മടങ്ങി വരാത്തത് കൊണ്ട് ഈ കുട്ടിയുടെ അമ്മ നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു അവരുടെ വീട്ടില്. അന്നത്തെ ദിവസം ഒരു ഞായറാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസമായിരുന്നു. അവര് പ്രദോഷവ്രതത്തിലാണ്. കുട്ടി എത്രയും പെട്ടെന്ന് തിരിച്ചു വരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അമ്മ നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നതിന്റെ ആ ഒരു ഫലമായിട്ട് രാത്രിയിൽ ഈ രാജാവ് ഈ കുട്ടി നിരപരാധിയാണ് എന്നും എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ പറഞ്ഞയക്കണം, ഇല്ലെങ്കിൽ നിന്റെ രാജ്യത്തിന് ദോഷം സംഭവിക്കുമെന്ന് ആരോ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്ന് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ രാജാവ് ഈ കുട്ടിയെ വിളിക്കുന്നു. എന്നിട്ട് വീട്ടുകാരെ വിളിപ്പിക്കുന്നു. ഈ ബ്രാഹ്മണനും ഭാര്യയും പേടിച്ചാണ് കൊട്ടാരത്തിലേക്ക് വരുന്നത്. അവിടെ വന്ന് ഈ ബ്രാഹ്മണന്റെയും കുട്ടിയുടെയും അമ്മയുടെയും ഒക്കെ സ്ഥിതി രാജാവ് മനസ്സിലാക്കിയിട്ട് അവർക്ക് 5 ഗ്രാമങ്ങൾ രാജാവ് കൊടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം കൊണ്ട് അവര് സമ്പന്നരായി തീരുകയാണ്. അങ്ങനെ തിരിച്ചുപോയി ആ 5 ഗ്രാമങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ അല്ലലില്ലാതെ അവര് മുമ്പോട്ട് ജീവിക്കുകയും ചെയ്തു. ഇതാണ് രവി പ്രദോഷത്തിന്റെ കഥ. ഈ കഥ പാർവതി ദേവിക്ക് മഹാദേവൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് എന്നാണ് വിശ്വാസം. ഇത് സൂത പൗരാണികൻ ഈ 88,000 മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രവി പ്രദോഷം അനുഷ്ഠിച്ചാൽ
സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുമെന്നും സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നുമാണ് വിശ്വാസം. ഇവിടെ 2026 മാർച്ച് മാസം 1-ാം തീയതി ഞായറാഴ്ചയാണ് ഇത്തവണ പ്രദോഷമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദോഷം മറക്കാതെ എല്ലാവരും നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് മഹാദേവന് പ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ധാര സമർപ്പിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ മഹാദേവൻ തിരുവാതിര എന്ന പേരിൽ ഒരു അർച്ചന കഴിപ്പിച്ചുകൊണ്ട് ഒരു ധാര കഴിപ്പിച്ചുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കുക. ഭസ്മം തൊട്ട് 2 നേരവും കുളിച്ച് നാമം ജപിച്ച് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വ്രതമെടുത്താലും ഇല്ലെങ്കിലും നാളത്തെ ദിവസം ഭസ്മം തൊടുകയും നമഃശിവായ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പൂർണ്ണമായ സസ്യാഹാരം ശീലിക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലായി, കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.